മെറിൻ മോൺസി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെഗ്മെൻറ്റിലെ ഒരു ഗസ്റ്റുമായിട്ടാണ് ഞാൻ എത്തിയേക്കുന്നത്. അപ്പോൾ സെഗ്മെൻറ്റ് നിങ്ങൾ ഗസ് ചെയ്യണം, വേറൊന്നുമല്ല, ഇൻസ്പയറിംഗ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞ സെഗ്മെൻ്റ് ആണ്. അപ്പോൾ ഇതുവരെയുള്ള എപ്പിസോഡ്സ് ഒക്കെ നിങ്ങൾ കണ്ടപ്പോൾ നമുക്ക് പുറമേ നിന്നുള്ള ഗസ്റ്റുകളൊക്കെ ആയിരുന്നു വന്നിരുന്നത്. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് റിയൽ പേഴ്സണാലിറ്റി ആരാ ചോദിച്ചു കഴിഞ്ഞാൽ ദ വൺ ആൻഡ് ഓൺലി മൈ മദർ. പേര് ഒഫീഷ്യലി പറഞ്ഞു കഴിഞ്ഞാൽ റീജ സി ജോർജ്. ഇനി മമ്മി തന്നെ ഒന്നൊരു ചെറിയൊരു പരിചയപ്പെടുത്തൽ, പേര്, ജോലി. ഞാൻ റീജ, ചെമ്മണ്ണൂർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. ഹിന്ദി അധ്യാപികയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഈ ഇൻട്രൊഡക്ഷനിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ നേരെ കുറച്ച് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് മമ്മിയുടെ. പക്ഷേ ഞാൻ ഒരുപാട് ലെസൺസ് എൻ്റെ ലൈഫിൽ തന്നിട്ടുള്ളത് മമ്മിയാണ്. അപ്പോൾ നമുക്ക് സെഗ്മെൻറ്റ് തുടങ്ങാം, ഇൻ്റർവ്യൂ തുടങ്ങാം. ഓക്കെ, അതായത് ലൈഫിൽ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഒരു സംഭവം ഏതായിരിക്കും? അത് നിന്നെ പ്രസവിച്ച നിമിഷം. ഞാൻ പഠിപ്പിച്ച് പറഞ്ഞല്ല ഗൈസ്, ഇത് അതൊരു സ്ത്രീക്ക് എപ്പോഴും സന്തോഷം. ആദ്യത്തെ പ്രസവം എന്ന് പറയുമ്പോൾ പ്രത്യേക അനുഭവമല്ലേ? അതേപോലെ നിന്നെ കണ്ടതാണ് ആദ്യത്തെ സന്തോഷം. എനിക്ക് തോന്നുന്നു ആ സന്തോഷം ടിൽ ദിസ് ഡേറ്റ് മമ്മിക്ക് എപ്പോഴും എന്നെ കാണുമ്പോൾ, എല്ലാ അമ്മമാർക്കും കുട്ടികളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പക്ഷേ എൻ്റെ മമ്മിക്ക് അത് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇനി എൻ്റെ ചൈൽഡ്ഹുഡ് എടുക്കുകയാണെങ്കിൽ എന്നെ പാട്ട് പഠിപ്പിക്കുന്നു, ഡാൻസ് പഠിപ്പിക്കുന്നു, പ്രസംഗം പഠിപ്പിക്കുന്നു. ഇതൊക്കെ പഠിപ്പിക്കാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ എന്തായിരിക്കും? മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അതൊന്നും എനിക്ക് ലഭിച്ചിട്ടില്ല. അപ്പൊ എൻ്റെ ഒരു ആഗ്രഹം എൻ്റെ മോളിൽ കൂടെ അത് നേടിയെടുക്കണം എന്നൊരു വിചാരം എനിക്കുണ്ട്. ഓക്കെ, ഇനി ഈ മോളുടെ ഒരു കാര്യം, അതായത് എൻ്റെ ഒരു കാര്യത്തിൽ മൊത്തം എന്നെ ഇങ്ങനെ അസസ് ചെയ്യുമ്പോൾ എന്ത് കാര്യമാണ് ഒരു മാറ്റണം അല്ലെങ്കിൽ ഒരു വീക്ക് പോയിന്റ് എന്നൊക്കെ തോന്നണത് എന്തായിരിക്കും? ഒന്നുമില്ല ഗൈസ്, എല്ലാം എന്ത് ചെയ്യാൻ. പക്ഷെ ഒന്നുകൂടെ ചോദിച്ചു കഴിഞ്ഞാൽ മമ്മി പറയും. എന്തായിരിക്കും വീക്ക് പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ നീയും ഒരു കൃത്യത പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. കൃത്യനിഷ്ഠ എന്നാണ് പറഞ്ഞേക്കണത്. കുറെയൊക്കെ ശരിയാണ്, എന്നാൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട് അല്ലേ? അത് കുറച്ചും കൂടി എൻ്റെ നിന്ന് കിട്ടിയതാണോന്ന് എനിക്ക് സംശയം. എനിക്കും അങ്ങനെ കൃത്യം ബെല്ലടിക്കുന്ന നേരത്ത് കയറി ചെല്ലേ അങ്ങനെ ഒരു ശീലമുണ്ട്. പങ്ക്ച്വാലിറ്റി ആണ് നമ്മൾ ഉദ്ദേശിച്ചത്. നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ കുറച്ച് അരമണിക്കൂർ മുമ്പേ എത്തണം. അതെ, അങ്ങനെയൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടേ ഇല്ല. ഒന്നില്ലെങ്കിൽ ഓൺ ടൈം അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ലേറ്റ് ആയിട്ട് എത്തലൊക്കെയാണ്. അപ്പൊ ആ ഒരു കാര്യമായിരിക്കും ഉണ്ടാവുന്നത്. ഇനി ഈ വേറൊരു ക്വസ്റ്റ്യൻ എനിക്ക് ചോദിക്കാനുള്ളത്, ജോലി എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം, അതിൽ വളരെ ഇമ്പോർട്ടൻസ് മമ്മി എപ്പോഴും കൊടുക്കാറുണ്ട്. എന്താ കാരണം? അത് എനിക്ക് ജീവിതത്തിൽ നിന്ന് പഠിക്കാൻ പറ്റിയ ഒരു പാഠാണ്. ഞാൻ ജോലി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അത് ഞാൻ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുത്ത ഒരു ലെസൺ ആണ്. അപ്പൊ ഇനി വരുന്ന ജനറേഷനും കൊടുക്കാനുള്ള പ്രാധാന്യം എൻ്റെ ജീവിതത്തിൽ, എല്ലാവരുടെ ജീവിതത്തിലും അങ്ങനെ ആയിരിക്കണം എന്നും കൂടെ മമ്മി ഇൻഡയറക്റ്റ് ആയിട്ട് പറയാറുണ്ട്, എന്നോട് എപ്പോഴും പറയാറുണ്ട്. സോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഈ ഒരു ലെസൺ ഈ ഇന്റർവ്യൂന്ന് എടുക്കാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ഗ്രേറ്റ്. നമ്മുടെ സമയം ഭയങ്കര കുറവാണ്. മമ്മിയുടെ അടുത്ത് ഒരുപാട് വിശേഷങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും ഈ സെഗ്മെന്റിലേക്ക് ഗസ്റ്റായിട്ട് എൻ്റെ മമ്മി വരുന്നതായിരിക്കും. അതുപോലെ തന്നെ കുറേ ഇൻസ്പയറിംഗ് പേഴ്സണാലിറ്റീസിനെ പരിചയപ്പെടാം. പിന്നെയും നമ്മുടെ പ്ലേലിസ്റ്റിൽ കുറേ വിശേഷങ്ങളുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്തോളൂ പെട്ടെന്ന് തന്നെ. യൂസ്ഫുൾ ആയവർക്കൊക്കെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്, ആൻഡ് താങ്ക് യു മമ്മ ഫോർ ബീങ് the guest of this show. Thank you.